And let's start by saying about, again, I started saying about Walter Scott. So Walter Scott is basically, his setting novels are set in Scotland. Scotland history, സ്കോട്ട്ലൻഡിന്റെ ആ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ഒക്കെയാണ് നമുക്ക് കൂടുതൽ നോവൽസിൽ നമ്മൾ കാണാൻ there's a huge difference set in England. Since England object like the സ്വാതി, ആക്ച്വലി നിന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. സ്വാതി, ക്ലിയർ ആണോ? അല്ല, വൈഫൈ കണക്ട് ചെയ്യാവോ? വൈഫൈ ആണോ കണക്ട് ചെയ്തേക്കുന്നത്? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയറാ. ഓക്കെ. ഇതുവരെ കേട്ടത് മിഡിവൽ ഇംഗ്ലണ്ടിനെ കുറിച്ചാണോ ഞാൻ പറഞ്ഞു നിർത്തിയത്? ഐ തിങ്ക് അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു. അതായത് സെറ്റ് ചെയ്തിരിക്കുന്നത്, നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോറി, പ്രസന്റ് ചെയ്യുന്നുണ്ടോ? PPT കാണിക്കുന്നുണ്ടോ? ഞാൻ PPT കാണിക്കുന്നുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചോളാം. റൈറ്റ്. അപ്പോൾ ഈ നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി മിഡിവൽ ഇംഗ്ലണ്ട് ആ സമയത്താണ്, ആ 12th സെഞ്ചുറി സമയത്താണ് ഈ ഒരു നോവല് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ മിഡീവൽ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മിഡീവൽ ഏജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺക്വസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഐ എം ഷുവർ യു ഓൾ ആർ ഫെമിലിയർ. ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1066. ഓക്കെ. ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു കാര്യമാണത്. 66. യു ക്യാൻ നോട്ട് ഡൗൺ. ഐ ഓൾസോ ഷോ യു ദ PPT ആഫ്റ്റർവേർഡ്സ്. അതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. 1066 ശേഷം ആ നോർമൻ കോൺക്വസ്റ്റ് വളരെ ഒരു ബിഗസ്റ്റ് ചേഞ്ച് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ആയിട്ട് നോക്കുമ്പോൾ ആ ചേഞ്ച് എന്ന് പറയുന്നത് നോർമൻസും സാക്സൺസും. ഓക്കെ. Normans and Saxons. So Normans is basically French. Maybe that can be also asked as an objective question, right? So Normans the French ആണ്. So that Normans and Saxons. Excuse me ma'am, break ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നില്ല മാം, ക്ലിയർ ആവുന്നില്ല. ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? ഒരു ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? കുറച്ചും കൂടെ. യെസ്. ഞാൻ നോർമൻ കോൺക്വസ്റ്റിനെ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ? 1066 പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ? നോർമൻസ് ആൻഡ് സാക്സൺസ് വരെ ക്ലിയർ ആയിരുന്നു. ക്ലിയർ ആയിരുന്നു അല്ലെ? ഓക്കെ. അപ്പൊ നോർമൻസ് ആൻഡ് സാക്സൺസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നോർമൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രഞ്ചിനെയാണ്, ഫ്രഞ്ച് ആണ്. ഓക്കെ. ആൻഡ് സാക്സൺസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിനെ. ഓക്കെ. സോ ആ ഒരു ഡിഫറൻസ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിൽ, എസ്പെഷ്യലി ആ 12th സെഞ്ചുറി കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് റെപ്രസെന്റഡ് ഇൻ വാൾട്ടർ സ്കോട്ട്സ് ദിസ് നോവൽ. That huge difference between, അല്ലെങ്കിൽ that political and social scenario at that point of time, അത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ വാൾട്ടർ സ്കോട്ട് ഇംഗ്ലണ്ടിൽ, അതാണ് വേറെ കാര്യം, ഇംഗ്ലണ്ടിൽ എങ്ങനെ പ്രിവെയിൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് വാൾട്ടർ സ്കോട്ട് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു നോർമൻ കോൺക്വസ്റ്റിന് ശേഷം the whole government's system changed. Okay, like the power represented French, right? The language, the power of language was in French. Okay, but at the same time rustics അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇക്കണോമിക്കലി താഴെ കെടുക്കുന്ന ആളുകളോ സോഷ്യലി താഴെ കെടുക്കുന്ന ആളുകളോ റെപ്രസെന്റ് ചെയ്തിരുന്നത് സാക്സൺസും ആയിരുന്നു. ഓക്കെ, am I clear? So അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കുക. സോ ദാറ്റ് so just keep in mind that അതൊരു കോണ്ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, ബട്ട് മേ ബി എ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ഡ്, അല്ലെ? നോർമൻസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാക്സൺസ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കാരണം നോർമൻസ് ആണ് കോൺകർ ചെയ്തത്, അതുകൊണ്ട് തന്നെ അവിടെയാണ് പ്രിവെയിൽ ചെയ്തത്, അവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിവെയിൽ ചെയ്തിരുന്നത്. ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഗെയിൻ റിച്ചാർഡ് ദി ഫസ്റ്റ് എന്ന് പറയുന്ന കിങ് ആണ് അവിടെ റൂൾ ചെയ്തിരുന്നത്. ഹി വാസ് എ റൂളർ ആൻഡ് ഹി വാസ് ഓൾസോ നോൺ ആസ് റിച്ചാർഡ് ദ ലയൺ ഹാർട്ട്. ഓക്കെ, അപ്പോൾ റിച്ചാർഡ് ദ ഫസ്റ്റ് വാസ് ദ റൂളർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഹി, നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, റിച്ചാർഡ് ദ ഫസ്റ്റ് ആയിരുന്നു ആ സമയത്ത് റൂളർ. ഓക്കെ, ആൻഡ് ഹി വെന്റ് ഫോർ ദ തേർഡ് ക്രൂസൈഡ്. ആള് തേർഡ് ക്രൂസൈഡിന് പോയ സമയത്ത് ഉണ്ടായ കുറെ സിനാരിയോസ് ആണ് നമ്മൾ ഇനി ഈ നോവലിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റിച്ചാർഡ് ദ ഫസ്റ്റ് നിങ്ങൾ മറക്കരുത്. ഹി വാസ് ഓൾസോ നോൺ ആസ് റിച്ചാർഡ് ദി ലയൺ ഹാർട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി PPT കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ക്യാരക്ടേഴ്സ്. Okay, അപ്പൊ നിങ്ങൾ ആദ്യം you should keep in mind that conflict between Normans and Saxons. So you should understand who represent what. Okay, അപ്പൊ റിച്ചാർഡ് ദ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അതൊരു നോർമൻ റൂളർ ആണ്. ഓക്കെ, അപ്പൊ മേ ബി എ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ഡ്, റൈറ്റ്? ഞാനത് എപ്പോഴും പറയണം എന്നില്ല, ഞാൻ വീണ്ടും പറയുന്നില്ല. അത് മേ ബി എ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ഡ്, ഞാൻ പറയാണ്. ഓക്കെ, സോ റിച്ചാർഡ് ദ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ we should understand that he represents Normans. Okay, ini ividate main character, this is a character list that I have given as a PPT. I hope it's visible, right? So Richard Cedric എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. ഓക്കെ, സെഡ്രിക്കിന്റെ മകനാണ് ആര്? നമ്മുടെ ഇവിടുത്തെ ഹീറോ വിൽഫ്രഡ് Ivanhoe എന്ന് പറയുന്നത്. Ivanhoe എന്ന് പറയുന്നത് സിഡ്രിക്കിന്റെ മകനാണ്. So these are the characters. So I was telling about the character called Cedric. So Cedric is one of the important characters. ഞാൻ കുറച്ച് സ്പീഡ് ആക്കാൻ പോവാണ്. I don't think we have enough time. കുറച്ച് ടൈം ഇങ്ങനെ ഇതായി പോയതുകൊണ്ട്. Okay, so Cedric എന്ന് പറയുന്ന character is the father of our hero. A hero Ivanhoe. Ivanhoe's father ആണ് Cedric. Okay, and the most important part you have to keep in mind is he's a Saxon. Okay, he's a Saxon ആണ് എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വെക്കുന്നതാണ്. Okay, so he do have a ward. ഒരു വാർഡ് ഉണ്ട്, അത് സംരക്ഷിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഓക്കെ, അതാണ് റോയിന എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, so Rowena and our own Ivanhoe is in love. Okay, so Rowena and Ivanhoe is in love, but definitely he is not ready to accept that relationship. He's not ready to accept that relationship because one of the important reason is ഒന്ന്, നമ്മുടെ Ivanhoe എന്ന് പറയുന്നത് റിച്ചാർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു റിച്ചാർഡ് ദ ഫസ്റ്റ് പറയുന്നത് നോർമൻ റൂളർ ആണ്. ഓക്കെ, സോ നോർമൻ റൂളർ ആയതുകൊണ്ട് തന്നെ റിച്ചാർഡ് ദ ഫസ്റ്റിന്റെ വലങ്കൈ പോലെയാണ് നമ്മുടെ Ivanhoe എന്ന് പറയുന്നത്. So that is not something a die-hard Saxon would like, right? Because he's a Norman ആളെ ഫേവർ ചെയ്യുന്നു എന്ന് കാണുന്നത് ഈ അച്ഛന് തീരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല. So that is one reason that he disinherited Ivanhoe. You have to keep that word in mind, disinherit ചെയ്തു എന്നുള്ളത്. ഓക്കെ, കാരണം അത് പലപ്പോഴും നോവലിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തായാലും ഈ നോവല് അല്ലെ ഫുള്ള് നമ്മൾ വായിക്കാൻ പോകുന്നില്ല, അല്ലെ?
ബട്ട് യു വിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ദ ഡീറ്റെയിൽ സമ്മറി ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ലാസ്റ്റിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. സോ ഹീസ് എ ഡിസ്ഇൻഹെറിറ്റ് ചെയ്തിൽപ്പെട്ട ഒരു മകനാണ് ഈ ഐവൻഹോ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ഈ ഐവൻഹോ ഇസ് ഇൻ ലവ് വിത്ത് സെഡ്രിക്സ് വാർഡ് റോയിന. ഓക്കെ, പക്ഷേ സെഡ്രിക്കിന് ശരിക്കും പറഞ്ഞ ആപ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് ഈ സെഡ്രിക് ആഗ്രഹിക്കുന്നത്. ബിക്കോസ് അഗെയിൻ ഹീസ് എ സാക്സൺ. ഓക്കെ, ആൻഡ് ഹി ഫീൽസ് ദാറ്റ് ഇവരെന്തായാലും ഈ നോർമൻസ് റൂൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാക്സൺസിന് ഇപ്പൊ യാതൊരു വിലയില്ല. ഓക്കെ, ദിസ് ഓൾ സിനാരിയോ ദാറ്റ് വി ഓൾ കൻ റിലേറ്റ് അല്ലേ. സാക്സൺസിന് യാതൊരു വിലയില്ല, അവർക്ക് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല. Okay, see, like I told you in the beginning, the rustics are the people who speak English. Okay, English എന്ന് പറയുന്ന ലാംഗ്വേജിന് അവിടെ യാതൊരു പ്രസക്തി ഇല്ല. The whole language, അല്ലെങ്കിൽ the power of language is in French hands, അല്ലെങ്കിൽ Norman's hands. Okay, so the Saxon ആയിട്ടുള്ള സെഡ്രിക്കിന്റെ ആഗ്രഹം ഇതാണ്. Okay, yeah. So that is one important thing that you have to keep in mind. പിന്നെ again, another important characters that comes in is Isaac എന്ന് പറയുന്ന ക്യാരക്ടർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഐസക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അതുപോലെ റബേക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും. ഓക്കെ, സോ ദീസ് ആർ ദ അതർ ടു ക്യാരക്ടേഴ്സ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. പിന്നെയും വരുന്നുണ്ട് ഗിൽബർട്ട് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇതൊക്കെയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്. ഓക്കെ, പിന്നെ ഞാൻ നോർമൻ കോൺക്വസ്റ്റിന്റെ ഇയർ ആണ് PPT-യിൽ വെക്കാന്ന് വിചാരിച്ചത്. ഞാൻ വെച്ചിട്ടുണ്ട്. അത് യു ക്യാൻ ജസ്റ്റ് ടു ഗെറ്റ് ഒരു ഓവർവ്യൂ കിട്ടാനായിട്ട്. യെസ്, am I audible? ഞാൻ കേൾക്കുന്നില്ലേ? Yeah, I got scared. Okay, ഇനി let's switch off to PPT and if you can just listen to my narration of the novel. Like always, you will also get notes അല്ലെങ്കിൽ സാധാരണ സമ്മറി നോക്കിയാലും മതി. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങള്, അതുപോലെ തന്നെ ടൈം ലൈൻ, അതുപോലെ ആരാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട്സ് ആക്കി ഇരുന്നാൽ മതി. Now I'm just going to tell about the novel story and what the novel is trying to communicate. Okay, so again, Ivanhoe എന്ന് പറയുന്ന കഥ നമുക്കറിയാം 12th century-ലാണ് ഈ ഒരു കഥ റെപ്രസെന്റ് ചെയ്യുന്നത് after the Norman conquest, and we could clearly see the conflict between the Normans and the Saxons. We have already discussed that. We also discussed about Cedric's emotions. He has disinherited his son. What are the reasons, right? Definitely I don't know whether that reasons are going to play an important role for the exam, but understand the context, it's important, right? Appo disinherit ചെയ്തതിന്റെ reasons നമ്മൾ പറഞ്ഞു. Okay, one, that is he favors Normans, and another, he is in completely in love with Rowena, his father's ward. Okay, and this person, this Cedric wants him to marry, or Applestein to marry this his ward Rowena. So keep that in mind. ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ജോൺ ആണ്. ജോൺ, ഓക്കെ, ഞാൻ അങ്ങനെ ക്യാരക്ടർ ലിസ്റ്റിൽ ആ പേര് പറഞ്ഞിട്ടില്ല, ബട്ട് അഗെയിൻ ജോൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഹീസ് ഇമ്പോർട്ടന്റ്. ജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ, ഹി റെപ്രസെന്റ്സ് ദി ബ്രദർ ഓഫ് റിച്ചാർഡ് ഫസ്റ്റ്. ഓക്കെ, റിച്ചാർഡ് ഫസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ജോൺ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ദർ സം റീസൺസ്. ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല, ജോണിന്റെ ഒരു ഉദ്ദേശശുദ്ധി, അല്ലെങ്കിൽ ജോണിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അവിടുത്തെ ത്രോൺസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി വി നോ ദാറ്റ്, റൈറ്റ്? ആൻഡ് ഹി ഈസ് നോട്ട് എ ലെജിറ്റിമേറ്റ് ബ്രദർ ഓഫ് റിച്ചാർഡ്. Okay, and I told you in the beginning that our own Richard has gone for a third crusade. That is important. You have to keep in mind. Okay, തേർഡ് ക്രൂസൈഡിന് വേണ്ടിയിട്ട് നമ്മുടെ റിച്ചാർഡ് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ജോൺ ആണ്. ഓക്കെ, ജോൺ ഇസ് ദ വൺ ഹൂസ് ഹാൻഡ്ലിങ് എവരിതിങ്, റൈറ്റ്? സോ ദാറ്റ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ്. ഇനി ജോണിന് ഈ പറഞ്ഞ പോലെ
ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ അഗൈൻ ആൾക്ക് കിങ് ആവണം. അപ്പൊ അതിന് വേണ്ടി he has to play a lot of games, right? He should play a lot of political games. നമ്മുടെ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന പോലെ തന്നെ അല്ലെ, നമ്മുടെ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന പോലെ നമ്മൾ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ കുറെ പൈസ വേണം എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് വിചാരിച്ച കാര്യം നേടണമെങ്കിൽ അദ്ദേഹത്തിന് കുറെ പൈസയും കാര്യങ്ങളൊക്കെ വേണം. അതിനു വേണ്ടി അദ്ദേഹം ഒരു ജൂയിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഐസക്. ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി സീൻ ഇൻ ദാറ്റ് ക്യാരക്ടർ ലിസ്റ്റ്. ഐസക് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും കടം മേടിക്കുന്നുണ്ട്. ഓക്കെ, നൗ ഹിയർ വാട്ട് സ്കോട്ട് ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട് ഓഫ് what we say political and social background of England at that time. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ജൂയിഷിനോട് തോന്നിയിരുന്ന ഒരു അവേർഷൻ ഫോർ ഫോർ ഇംഗ്ലീഷ്, നോട്ട് ഓൺലി ഫോർ ഇംഗ്ലീഷ്, ഫോർ എവറി പീപ്പിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇംഗ്ലണ്ടിൽ മാത്രമല്ല, യൂറോപ്പിൽ ആയതുകൊണ്ട് തന്നെ ആന്റിസെമിറ്റിസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എന്ന് പറഞ്ഞ പോലെ ജൂ ആയിട്ടുള്ള ഐസക്കിനോട് വല്ലാത്ത ഒരു ദേഷ്യം ആ ഒരു ഹോൾ സൊസൈറ്റി കാണിക്കുന്നത് വാൾട്ടർ സ്കോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ നോവൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ important point you have to keep in mind, and you should also remember, maybe a question can be asked, right? Who Isaac represents what എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ഇത് ജൂയിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ജൂയിഷ് സൊസൈറ്റീനെയാണ് കാണിച്ചിരുന്നത്. ആൻഡ് മണി ലെൻഡിങ് എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ, മണി ലെൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് ആസ് എ വെരി എന്താ പറയാ വളരെ മോറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ അല്ല അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ മിക്ക നോവലുകളിൽ ആ സമയത്തെ നോവലുകളിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം കാണാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഈവൻ ഒലിവർ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ ദെയർ ഫോർ യുവർ എക്സാം, റൈറ്റ്? നിങ്ങൾക്ക് ഉണ്ടല്ലോ, നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആണല്ലോ ഒലിവർ ട്വിസ്റ്റ്, അതിലും വരുന്നുണ്ട് ഒരു ജൂയിഷ് ക്യാരക്ടർ. അതിൽ ഡിക്കൻസ് ഈ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്രിമിനൽ ആയിട്ടാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ആ ഒരു പ്രെജുഡിസ് അത് അറിഞ്ഞോ അറിയാണ്ടോ വരുന്നതാണോ അത് കരുതിക്കുട്ടി വരുന്നതാണോ അത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആ സമയത്ത് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് ആ ഒരു കാര്യം കാണാമെന്നില്ല. ജസ്റ്റ് ഒലിവർ ട്വിസ്റ്റിന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഇസ് വൺ ആസ്പെക്ട് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. സോ ഐസക് എന്ന് പറയുന്ന ക്യാരക്ടർ ആൻഡ് റബേക്ക, ഈ രണ്ട് ക്യാരക്ടറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ഷുഡ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഐസക് ആൻഡ് റബേക്കയും നമ്മുടെ ഈ സ്വന്തം ജോൺ ഒരു ടൂർണമെന്റിന് വിളിക്കുകയാണ്. ഒരു ടൂർണമെന്റ് ഇവർ ഓർഗനൈസ് ചെയ്യാണ്. ഓക്കെ, ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ടൂർണമെന്റിന് വിളിക്കുന്നുണ്ട്. ഈ ടൂർണമെന്റിന് വിളിക്കുമ്പോൾ ഈ ടൂർണമെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഹൂഎവർ വിൻസ് ഒരു ചാലഞ്ച് പോലെയാണ്. നോർമൻസും സാക്സൺസും തമ്മിൽ ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കോൺഫ്ലിക്റ്റ് പോലെയാണ് അവിടെ ഇത് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ക്യാൻ ഓൾസോ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതും കൂടെ ഇതിൽ ഉദ്ദേശം വെച്ചിട്ടാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊരു രസമുള്ള ഒരു കാര്യം നോവലിൽ കാണിച്ചിരിക്കുന്നത്, maybe I don't know whether they will ask it, but the thing is എല്ലാവരും വളരെ അവേർഷനോട് കൂടിയാണ് റബേക്കും ഐസക്കും, ബിക്കോസ് ദേ ആർ ജൂയിഷ് അല്ലെ, അവർ വരുന്നത്. ഓക്കെ, സോ നോബഡീസ് ഈവൻ ദ സാക്സൺസ് ആയിട്ടുള്ള നമ്മുടെ സെഡ്രിക് നമ്മൾ മറന്നു പോകരുത്, സെഡ്രിക് ആയിട്ടുള്ള സാക്സൺ ക്യാരക്ടർ പോലും ഈ ഒരു കാര്യത്തിൽ നോർമൻസും സാക്സൺസും ഒരുപോലെയാണ്. ദേ തിങ്ക് അലൈക്ക്. ഓക്കെ, ദേ തിങ്ക് ദേ ഹാവ് ദാറ്റ് ക്ലിയർ എമൗണ്ട് ഓഫ് അവേർഷൻ. അപ്പോ സെഡ്രിക്കിനായാലും അല്ലെങ്കിൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വളരെയധികം ദേഷ്യമുള്ളത് തന്നെയാണ് ഈ ജൂയിഷ് ആയിട്ടുള്ള ഐസക്ക് വന്നിട്ട് ഈ ടൂർണമെന്റ് കാണുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ സിൻസ് ജോൺ ഹാസ് ടേക്കൺ മണി ഫ്രം ഹിം, ഹി കാണ്ട് ഇഗ്നോർ ഓൾസോ. അപ്പൊ ഒരു നോബൽ സീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്, നോബൽസിന്റെ ഇടയിൽ തന്നെ സീറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ജോൺ. Okay, so what happens is, again, what happens in the novel is it's kind of the two part, that is the Normans as well as the Saxons are challenging themselves. Okay, അവരെ തന്നെ ചാലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു ഇതാണ് വരുന്നത്. Okay, and it's kind of ഈ പറഞ്ഞ പോലെ it's all about chivalry, that you can see that chivalry part in that. അതായത് അവര് സ്വാഡ് വെച്ച് ഫൈറ്റ് ചെയ്ത് ആര് തമ്മിൽ വിന്ന് ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ വാൾട്ടർ സ്കോട്ട് ഇതിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് പ്രിവെയിൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അതിനാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ,
സോ ആ ഒരു ഷിവൽറി പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഷുഡ് ഐ സ്ലോ ഡൗൺ ഓർ ഷുഡ് ഐ ഡു എനിത്തിങ് എൽസ്? No, ma'am, മനസ്സിലാവുന്നു. Are you okay with it? Yes, ma'am. Okay, fine. Thank you. So ആ ഒരു ഷിവൽറി ആസ്പെക്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഷിവൽറി ആ ഒരു ഹൗ ദേ ആർ ഫൈറ്റിംഗ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, ഫോർ ഈച്ച് അതർ, അഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. ആ സമയത്താണ് നമുക്ക് there's a huge fight between, അപ്പോഴാണ് നമ്മുടെ സാക്സൺ ആയിട്ടുള്ള സെട്രിക്കിന് മനസ്സിലാവുന്നത്, അതായത് ഈ ആപ്പിൾസ്റ്റീൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ കവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അദ്ദേഹം തീരെ ഒരു അത്രയ്ക്ക് ഭയങ്കര കറേജസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നല്ല. എന്റെ മകളെ പോലെയാണല്ലോ റോവിൻ എന്നെ കാണുന്നത്. ഓക്കെ, അപ്പൊ ശരിയല്ല എന്നൊക്കെ തോന്നുന്ന സമയത്താണ് ഭയങ്കര ഭീകരമായി ഇങ്ങനെ ഫൈറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ഒരു നൈറ്റ്, ഒരു ഷൈനിങ് sword-ആയിട്ട് a knight is coming, and he has masked himself. We can't see him. Okay, we don't know that because he's wearing a helmet. Okay, he's wearing a helmet, but അദ്ദേഹം തന്നെ മാസ്ക് ചെയ്തിരിക്കുകയാണ്, ഹെൽമെറ്റ് ഇട്ട് മാസ്ക് ചെയ്യാൻ. He's coming on a black horse. Keep that in mind. Okay, maybe that can be asked. He's coming on a black horse. Okay, and this particular person he fights everyone and he wins that challenge on that particular day. Okay, nobody knows that who is this. Nobody knows because ആരെന്നുള്ളത് ആർക്കും ഒരു ക്ലൂ ഇല്ല. പെട്ടെന്നാണ് ഈ ഒരു വ്യക്തി വരുന്നത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെ ഹീറോയിക് ആയിട്ടാണ് അതിനെ വാൾട്ടർ സ്കോട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് അതിനെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വ്യക്തി, ഈ ബ്ലാക്ക് ഈ സ്വാഡ് ആയിട്ട് വന്ന വ്യക്തിയുടെ സ്വാഡ് മെഡിസ് ഇൻഹെറിറ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട് സ്പാനിഷില്. ഓക്കെ, അത് നിങ്ങൾ ആ ഡീറ്റെയിൽ സമ്മറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഡിസ് ഇൻഹെറിറ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ മേ ബി നൗ യു ഓൾ ഗെസ്ഡ് ഹൂസ് ദ പേഴ്സൺ ഇസ്, റൈറ്റ്? Can anyone just tell me if you can? Who is the person that came on the black horse? Ivanhoe. Yes, Ivanhoe. Ivanhoe. Yes. അത് കോമഡി എന്ന് വെച്ചാല് വാൾട്ടർ സ്കോട്ട് അതിന് കുറച്ച് സസ്പെൻസിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആർക്ക് വായിച്ചാൽ അത് മനസ്സിലാവും. ഹി ഹാസ് ലാസ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ അത് റിവീൽ ചെയ്യപ്പെടുന്നത്. ബട്ട് വി ക്യാൻ ഗെസ് ഇറ്റ് already that it's Ivanhoe who comes, and he also wants that battle that day. Okay, and nobody gets a clue that it's Ivanhoe. That's the most comical part. And he makes Rowena as his queen at that particular day. Okay, ആ പെർട്ടിക്കുലർ ഡേയില് റോവിനെ ക്വീൻ ആക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ആ ദിവസം അവരങ്ങനെ പോകുന്നു. അതേപോലെ പിന്നെ ഇതേപോലെ തന്നെ സെയിം ആസ്പെക്ട്സ് ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് കാണാം, ഇതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ബട്ട് ഒരു ദിവസം വാട്ട് ഹാപ്പൻസ് ഇസ് ഇവാൻഹോ ഗെറ്റ്സ് ഹേർട്ട്. അപ്പൊ ലാസ്റ്റ് ഒരു ദിവസം മറ്റേ ഉള്ളൂ ഇനി, അതും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഹി ബിക്കംസ് എ റൂളർ. അതുപോലെ ആയി മാറും. ഓക്കെ, അത്രയും പവർഫുൾ ആയിട്ട് മാറും ഇവാൻഹോ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവാൻഹോ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെൻ ഹി ഗോസ് ത്രൂ ദിസ് ഫൈറ്റ്, there's another person who comes invisibly. ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് ഫുള്ള് മൂടി, mysterious. That is what Walter Scott is calling in that novel. He's calling this person as a mysterious knight. Maybe that can be asked for a question. As a question. ഒരു മിസ്റ്റീരിയസ് നൈറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട്. ഓക്കെ, ഈ മിസ്റ്റീരിയസ് നൈറ്റ് വന്നിട്ട് we can see that almost people were going to kill Ivanhoe. ആ സമയത്താണ് ഈ മിസ്റ്റീരിയസ് നൈറ്റ് വന്നിട്ട് ഇവരെല്ലാം അടിച്ചിട്ട് ഫുള്ള് സെറ്റാക്കി ഐവൻഹോനെ രക്ഷപ്പെടുത്താണ്. അഗെയിൻ ഈ പറയുന്ന മിസ്റ്റീരിയസ് നൈറ്റ് അപ്പൊ തന്നെ ഡിസപ്പിയർ ആവും. അത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ആരാണ് ഈ മിസ്റ്റീരിയസ് നൈറ്റ് എന്നുള്ളത്? Richard the Lionheart. Yes, I'm so glad. Seriously, yes, Richard the Lionheart ആണ് അത്. ഓക്കെ, അപ്പോ അദ്ദേഹമാണ് അങ്ങനെ അദ്ദേഹം ശരിക്കും പറഞ്ഞ ഈ നോവല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയാ. ഈ ലാസ്റ്റില് ശരിക്കും പറഞ്ഞ ആള്
വരുന്നുള്ളൂ, ലാസ്റ്റ് ഭാഗങ്ങളെ വരുന്നുള്ളൂ. അതുകൊണ്ട് ആള് വരുന്നില്ല ആക്ച്വലി. പിന്നൊക്കെ ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ടാണ് ആള് വരുന്നത്. ഓക്കെ, അപ്പൊ റിച്ചാർഡ് ദ ലയൺ ഹാർട്ട് ആണ് ആളെ ഇത് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ തലയിൽ നിന്നും ആള് മിസ്സിംഗ് ആയിട്ടോ, ആള് മിസ്റ്റീരിയസ് ആയി വന്നു, ആള് രക്ഷപ്പെടുത്തി, ആള് പോയി. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് പേഴ്സൺ, നമ്മുടെ ഐവൻഹോ കംപ്ലീറ്റ്ലി വൂണ്ടഡ് ആണ്. അദ്ദേഹം വളരെ വൂണ്ടഡ് ആയിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന് എന്താ പറയാ, തീരെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്പേസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അഗെയിൻ ഹിസ് മാസ്ക് ഓർ മീൻസ് ഹിസ് ഹെൽമെറ്റ് ഇസ് ഷിഫ്റ്റഡ്. ദെൻ പീപ്പിൾ കം ടു നോ ഇറ്റ് ഇസ് ഐവൻഹോ എന്നുള്ളത് പീപ്പിൾ കംസ് ടു നോ. അതുവരെ they didn't have a clue. Okay, so that is one important aspect that you have to keep in mind. And ആ സമയത്ത് തന്നെ അദ്ദേഹം വളരെയധികം ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് there's a female person who just comes and takes him away on a horse. Okay, she just comes, ഒരു ഫീമെയിൽ ആണ്. Okay, she just comes and she just takes him away to somewhere. We don't know where did they go. അത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഫീമെയിൽ പേഴ്സൺ ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും റുവീനയാന്ന് വിചാരിക്കും, പക്ഷെ റുവീന അല്ല. ഇറ്റ് ഇസ് റബേക്ക. ഐസക്, സോറി, yeah, it's Rebecca, right? It's Rebecca. We all will think it's Rowena, right? It's Rowena ആയിരിക്കും അത് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കാം, but it's basically Rebecca. Okay, so what Rebecca, അതവിടെ ആ സീൻ അങ്ങനെ കഴിഞ്ഞു. Okay, so again പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. ഓക്കെ, ആ കാസിലിൽ നടക്കുന്ന കുറെ ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് വൈ ഡു റെബേക്ക ഡു ഇസ് ദിസ്? ഷീ ഈസ് സീക്രട്ട്ലി ഇൻ ലവ് വിത്ത്, though Ivanhoe is not in love with her, he is completely in love with Rowena. Rowena is also in love with him, but Rebecca secretly loves our own hero. Okay, so that's the reason she's doing this. Okay, and another important thing you have to keep in mind is again നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, അതായത് ഗിൽബർട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, ഗിൽബർട്ട്. So Gilbert is kind of a right hand of this John. Okay, അപ്പൊ ഈ Gilbert, he's kind of, he plays all the games, അല്ലെങ്കിൽ he's the one who decides എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു we say, right, that political what we say, he's the one who decides, or he's the one who conspiracy, I was not getting the right word, conspiracy. Like he's the one who plans all the conspiracy and execute it. Okay, so Gilbert, again, it's kind of a French names. ഇവിടെ അങ്ങേരുടെ കുറെ ഫ്രണ്ട്സ് വരുന്നത്, കുറെ ഫ്രഞ്ച് നെയിംസ് വരുന്നുണ്ട്. So when you go through the detailed summary, you should keep that in mind. Okay, ഞാൻ ആ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരം പറയാൻ പറ്റണല്ലോ. ഓക്കെ, സോ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെക്കുക. കുറെ ഫ്രിവലസ് ആയിട്ടുള്ള കുറെ പേരുകൾ വരുന്നുണ്ട്, which are not so important in the novel. Like novel അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അത് കാര്യം ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചിലപ്പോൾ ആ ആൾക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ ആൾക്കാരുടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും we should be able to say. So when you go through the cliff note summary അല്ലെങ്കിൽ സ്പാർക്ക് നോട്ട് സമ്മറി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് ആയാലും അതിൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത്, പക്ഷെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, so again we can see that ജോൺ വളരെ ഡിസ്ട്രസ്ഡ് ആവുന്നുണ്ട്. ബിക്കോസ് ജോണിന്റെ പ്ലാൻസ് ഒന്നും ഇനി നടക്കില്ല. ജോണ് റിച്ചാർഡ് ആണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ ഇവിടെ ജോണിന് തോന്നി തുടങ്ങി ജോൺ ഇനി ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളത് ഒരു ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ആർത്തർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. It's not a very important character, but basically he's the legitimate heir, okay, to the kingdom. ഈ ജോണിന്റെ കസിൻ ആണ് ആർത്തർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ആർത്തറിനാണ് ഈ ഒരു കിങ്ഡം ശരിക്കും കിട്ടേണ്ടതും, അല്ലെങ്കിൽ ഹീസ് ദ വൺ ഹു ഷുഡ് റൂൾ. ബട്ട് സിൻസ് ജോൺ is so keen and John is the one who wants to be the ruler and he wants to play the political game, Arthur is being shadowlined. Okay, so ആ ക്യാരക്ടർ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും.
ആർത്തർ എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, സോ ആർത്തറിനെ അങ്ങനെ മെൻഷൻ ചെയ്തൊന്നും പോകുന്നില്ല, ബട്ട് മേ ബി എ ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ്. ഓക്കെ, സോ അഗെയിൻ ഇവിടെ അപ്പൊ നമുക്ക് കാണാൻ പറ്റും റോവിനേനല്ല റെബേക്കേനെ വന്ന് ഗിൽബർട്ട് അപ്രോച്ച് ചെയ്യുന്നതാവാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. See, in all these novels, most of Walter Scott's novels, we could see all that elements, that triggered a kind of മസാല നമ്മൾ മസാല ഫിക്ഷൻ എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ, because these novels were published in magazines, right? Some were published in a proper way, but most of his novels were published in magazines as serials. അപ്പൊ നമുക്കൊരു സീരിയൽ ടച്ച് നമുക്ക് കാണാൻ പറ്റും. അതിപ്പോ സ്കോട്ടിന്റെ മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ ഡിക്കൻസിന്റെ ആയാലും ഹാർഡിയുടെ ആണെങ്കിലും അല്ലെ, നമുക്കത് കാണാൻ പറ്റും. നിങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ഓഫ് ഡോബർവിൽസ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ആണ്. അപ്പൊ ടെസ്റ്റിന് നമ്മൾ നോക്കുകയാണെങ്കിലും അല്ലെ, അല്ലെങ്കിൽ ഒളിവർ ട്വിസ്റ്റ് ആണെങ്കിലും, ഇങ്ങനത്തെ ഓരോ നോവൽസ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയലൈസ് ചെയ്യപ്പെടുന്ന ഒരു ആസ്പെക്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ കാര്യത്തിലും ഈ ഒരു നോവലിൽ നമുക്ക് അങ്ങനത്തെ കുറെ സീൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ശരിക്കും സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന പോലത്തെ സീൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഹീസ് ആസ്കിങ് റബേക്ക ടു ബി എ കോൺക്യുബൈൻ ആവാൻ ആവശ്യപ്പെടുന്നുണ്ട്, ആൻഡ് ഡെഫിനറ്റ്ലി ഷീസ് റെഫ്യൂസിങ്. ആൻഡ് ഓൾസോ റൊവീനയ്ക്കും ഇതുപോലെ തന്നെ ഒരു ത്രെട്ടുകൾ വേറെ ആളുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇൻ ദ ലാസ്റ്റ് ഇസ് ഹൗ ജോൺ ഇസ് ബീങ് ഡിഫീറ്റഡ്. ഓക്കെ, ജോൺ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ ഹൗ ജോൺ ഇസ് ബീങ് ഡിഫീറ്റഡ്, ജോൺ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്യപ്പെടാണ് ത്രൂ റിച്ചർഡ് തന്നെയാണ് വരുന്നത്. വീണ്ടും എഗെയിൻ റിച്ചർഡ് വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീക്രട്ട് ആയിട്ട് അങ്ങേര് വന്നെങ്കിലും ലാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ഹിസ് കമ്മിങ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. ആൻഡ് നമ്മുടെ ഐവൻഹോ ആയാലും സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ബട്ട് റിച്ചർഡ് തന്നെ വന്ന് അവസാനം ഈ ഒരു ഇൻട്രീഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങളെ വളരെയധികം അടച്ചുകൊടുക്കുകയാണ്. ഓക്കെ, ഹിസ് ഡിസ്ട്രോയിങ് ദ കംപ്ലീറ്റ് പ്ലാൻസ് ഓഫ് ജോൺ ആൻഡ് ഹിസ് റീഗെയിനിങ് ദ പവർ എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വാൾട്ടർ സ്കോട്ട്സ് Ivanhoe is all about. When you read the entire novel, it will be really confusing. Okay, it will be really confusing since there are a lot of subplots in between. Okay, it's best to go with a very precise summary that you can get. Okay, വളരെ നല്ലൊരു സമ്മറി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നിനെ ക്ലിപ്പ് നോട്ട്സോ അല്ലെങ്കിൽ സ്പാർക്ക് നോട്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലിറ്റിലേക്കോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ജസ്റ്റ് വൺ സമ്മറി സോ ദാറ്റ് നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ജാർഡ് ആവില്ല, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് ബ്ലറി അറ്റ് വൺസ്. ഓക്കെ, പിന്നെ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇതൊരു ഷിവൽറി റൊമാൻസ് ആണ് കേട്ടോ. വാട്ട് ഇഫ് എ ക്വസ്റ്റ്യൻ ആസ്ക് യു, റൈറ്റ്, ആസ്ക്സ് യു വെദർ എന്താണിത്, എന്ത് ജോണർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഷിവൽറി റൊമാൻസ് ആണ്. റൊമാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബീങ് റൊമാൻറ്റിക്, റൈറ്റ്? ആ ഒരു അഡ്വെഞ്ചറസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. 1819 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1819 ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അഗെയിൻ വാൾട്ടർ സ്കോട്ടിന്റെ എന്താ പറയാ ഇംഗ്ലണ്ടില് സെറ്റ് ചെയ്തിരിക്കുന്ന നോവലാണിത്. Rarely his novels are set in England. Most of his novels are set in Scotland. Okay, so അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാരക്ടേഴ്സിന്റെ പേര് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ആൻഡ് അഗെയിൻ ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു 12th സെഞ്ചുറിയിലാണ്. അതുപോലെ നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരും റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. വൺ വേ ഓർ അതർ നമുക്ക് നമ്മുടെ ഐവൻഹോനെ ഒരു നൈറ്റ് ആയിട്ട് പറയാം കേട്ടോ. ഹിസ് എ നൈറ്റ് ആക്ച്വലി. ഓക്കെ, ശരിക്കും റിച്ചാർഡിന്റെ ഒരു നൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഞാനിതിന്റെ ഒരു ക്രിട്ടിക്കൽ റീഡിങ് വായിച്ചപ്പം കിട്ടിയൊരു പോയിന്റ് ആണ്, അതായത്
കോൺഷ്യസ്ലി ആണോ അൺകോൺഷ്യസ്ലി ആണോ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വാൾട്ടർ സ്കോട്ട് ഇസ് ആക്ച്വലി ഓൾസോ trying to say the caste politics prevailed at that point of time. ഓക്കെ, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാസ്റ്റ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ എത്രത്തോളം ഫ്യൂഡൽ ലോർഡ്സ്, ഈ ലാൻഡ് ലോർഡ്സ് എത്രത്തോളം പാവങ്ങളെ റസ്ട്രിക്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളും ഈ ഒരു വർക്കിൽ നല്ലോണം പറഞ്ഞു പോകുന്നുണ്ട്. Okay, it's not like a social commentary or something, but he's actually mentioning about all those things. Okay, I don't know whether it's helpful for your exam. I'm just giving you as an additional information. Okay, so ഇതൊക്കെയാണ് എനിക്ക് ഇവൻഹോനെ കുറിച്ച് അല്ലെങ്കിൽ ഐവൻഹോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. If you have any further doubts, you can ask me now. Was I clear? Or was I was rushing? I have no clue. I don't know. But ഞാൻ കുറച്ചും കൂടി സ്ലോ ഡൗൺ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഓ, പറയൂ. ഈ റോബിൻഹുഡ് ക്യാരക്ടർ ഇതില് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? റോബിൻഹുഡ് ക്യാരക്ടർ ഉണ്ട്. യെസ്, റോബിൻഹുഡ് ക്യാരക്ടർ ഉണ്ട്. ഡിഫറെന്റ് നെയിമില് ഈ റോബിൻഹുഡ് എന്ന ക്യാരക്ടറിനെ ഒരു ഡിഫറെന്റ് നെയിമില് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് നെയിം ഉണ്ട്. ലോസിരീൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അത് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ക്യാരക്ടർ ലിസ്റ്റിൽ കിട്ടും ആ ക്യാരക്ടർ. അത് ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ജോണിന്റെ ഒരു വലങ്കൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ജോണിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഹീസ് നോട്ട് കൺസിഡർ റോബിൻഹുഡ് അത്ര ഒരു പോസിറ്റീവ് രീതി ആ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു നെഗറ്റീവ് രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. യെസ്, അതൊരു നല്ല പോയിന്റ്. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ നിങ്ങൾ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. Would you like to add anything like how he did now? Would you like to say anything about the novel if you have read the novel so that everyone can benefit out of it? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? വേറെന്തെങ്കിലും എന്നോടായിട്ട് ചോദിക്കാനുണ്ടോ? No. So shall we wind up? So Yes, ma'am. I would like to just tell you that go through the notes in a proper way. Since your exams are in an objective way, ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊന്നും എഴുതാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് അത് പഠിക്കണമെങ്കിൽ there's no point of mugging up things, right? There's no point of just mugging up and just feeding things. Only if you know the context and background, it will help you to understand or grasp the things in a better way. So അതാണ് ഞാൻ കുറച്ചുകൂടി കോണ്ടെക്സ്റ്റ് പറഞ്ഞത്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ദി പബ്ലിക്കേഷൻ ഡേറ്റ്. അതുപോലെ ഇത് ഏത് മാഗസീനാണ് പബ്ലിഷ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഞാൻ മാഗസീൻ അങ്ങനെ കണ്ടിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ട് ചോദിച്ചു എന്ന് വരാം. ഓക്കെ, അതുപോലെ തന്നെ ഷിവൽറി റൊമാൻസ് ആണെന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഓക്കെ, 1819 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി. ആക്ച്വലി നമുക്ക് വായിക്കുമ്പോൾ തോന്നും ബോറിംഗ് ആയിട്ട് തോന്നും, പക്ഷെ വായിച്ചു തുടങ്ങുമ്പോൾ ആക്ച്വലി രസമുണ്ട്. സോ ഗിവ് ഇറ്റ് എ ട്രൈ. ഐ എം നോട്ട് സേയിങ് you have to read the entire thing. Even if you go for the detailed summary, it will be fun. So go for that. Okay? So thank you, Jitin. Thank you, ma'am. Thank you.